Hello dear friends, welcome to RJS Physics classes. നമ്മളുടെ പ്ലസ് ടു ക്രാഷ് അതിൻ്റെ നാലാമത്തെ വീഡിയോ. 4 വീഡിയോസാണ് ലോങ് ആൻസർ ക്വസ്റ്റിന് വേണ്ടി നമ്മൾ നീക്കി വെച്ചത്. സോ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ 5 or 4 മാർക്ക് ക്വസ്റ്റ്യൻസിൻ്റെ അവസാനത്തെ വീഡിയോ ആണ് ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. ഓക്കെ, സോ കഴിഞ്ഞ വീഡിയോസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുവിധം ഏരിയാസ് ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. 5 മാർക്കിൻ്റെ അല്ലെങ്കിൽ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്ന കുറേ ഏരിയാസ് ബാക്കി വരണത് ഈ വീഡിയോയിലൂടെ നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. ഓക്കെ, സോ നമുക്ക് നമ്മളുടെ യാത്ര ആരംഭിക്കാം. ഒന്നാമത്തെ ടൈം ഞാൻ പറയണത് എ സി ത്രൂ ഇൻഡക്റ്റൻസ് ഓർ എ സി ത്രൂ കപ്പാസിറ്റൻസ്. എ സി ത്രൂ ഇൻഡക്റ്റൻസും എ സി ത്രൂ കപ്പാസിറ്റൻസും. ഓക്കെ, സോ എ സി ത്രൂ ഇൻഡക്റ്റൻസ്, ഒരു ഇൻഡക്ടർ, ഈ ഇൻഡക്ടറിലൂടെ എ സി വോൾട്ടേജ് അപ്ലൈ ആണ്. ഓക്കെ, ഈ ഇൻഡക്ടർ കൂടെ എ സി വോൾട്ടേജ് അപ്ലൈ ആണ്. അതേപോലെ ഒരു കപ്പാസിറ്ററിൽ എ സി വോൾട്ടേജ് അപ്ലൈ ആണ്. ഇതിൻ്റെ കൂടെ ശരിക്കും ഒരു കാര്യം കൂടി ഫ്രീ ഉണ്ട്, അത് എ സി ത്രൂ റെസിസ്റ്റർ ആണ്. എ സി ത്രൂ റെസിസ്റ്റർ. ഓക്കെ, എ സി ത്രൂ ഇൻഡക്ടർ, എ സി ത്രൂ കപ്പാസിറ്റർ, എ സി ത്രൂ റെസിസ്റ്റർ. ഇതിൽ നമ്മൾ കൊടുക്കണ സപ്ലൈ E ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഓക്കെ, ഇനി നമുക്കറിയാം E എന്നുള്ളതിൻ്റെ ഇക്വേഷൻ L ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ആണ്. സോ ഈ രണ്ടും ഇക്വേഷനും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും L ഇൻറ്റു ഡി ഐ ബൈ ഡി ടി ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. നമുക്ക് കിട്ടേണ്ടത് കറണ്ട് ആണ്. സോ ഇവിടെ ഓൾറെഡി ഡി ഐ വന്നിട്ടുണ്ട്. സോ ഡി ഐ ഈക്വൽ ടു E0 ബൈ എൽ സൈൻ ഒമേഗ ടി ഡി ടി. ഓക്കെ, സോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉറപ്പാണ് ഈ ടേമിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. E0 ബൈ എൽ ഇൻറ്റു ഇൻറ്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി. സൈൻ ഒമേഗ ടി ഡി ടിൻ്റെ ഇൻറ്റഗ്രൽ വരിക മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗയാണ്. മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ഓക്കെ, ഇനി മൈനസ് കോസ് ഒമേഗ ടിനെ സൈൻ ഒമേഗ ടിൻ്റെ ഭാഷയ്ക്ക് മാറ്റാം. E0 ബൈ എൽ ഒമേഗ സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഇതിൻ്റെ മാക്സിമം വാല്യൂ I0 ആണ്. അത് കിട്ടാൻ സൈൻ ഒമേഗ ടി കണ്ട് ഒഴിവാക്കിയാൽ മതി. E0 ബൈ എൽ ഒമേഗ. ഓക്കെ, സോ നമുക്ക് ആൻസർ കിട്ടും I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഇതാണ് എ സി ത്രൂ ഇൻഡക്ടർ. ഓക്കെ, എ സി ത്രൂ ഇൻഡക്ടറിൻ്റെ ഇക്വേഷൻ ആണ് I ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ 2. ഇവിടെ നമ്മളൊരു സെൻറ്റൻസ് എഴുതും, കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ്. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ പൈ ബൈ 2. ഓക്കെ, ഇതിൻ്റെ ഫേസർ ഡയഗ്രാം ഇങ്ങനെയാണ് വരിക. ഇത് കറണ്ട് ആണെങ്കിൽ കറണ്ട് പിന്നിലാണ്, സ്വാഭാവികമായിട്ടും വോൾട്ടേജ് മുന്നിലാവണം. ഇതാണ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്റ്റൻസ്. ഇതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണെങ്കിൽ ഇതാണ് എ സി വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ E0 സൈൻ ഒമേഗ ടി. കറണ്ടിൻ്റെ ഇക്വേഷൻ മൈനസ് കോസ് ഒമേഗ ടി ആണ്. മൈനസ് കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ കോസിൻ്റെ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക 1-ലാണ്. സോ ലൈക്ക് ദിസ്, ഇതാണ് കറണ്ടിൻ്റെ ഗ്രാഫ് വരിക. ഓക്കെ, ഇത് വോൾട്ടേജിൻ്റെ ഗ്രാഫും ഇത് കറണ്ടിൻ്റെ ഗ്രാഫും. വോൾട്ടേജ് സൈൻ ഫംഗ്ഷൻ 0 സ്റ്റാർട്ട് ചെയ്യും. കറണ്ട് പ്ലസ് കോസ് ആയിരുന്നെങ്കിൽ +1 സ്റ്റാർട്ട് ചെയ്തേനെ. മൈനസ് കോസ് ആവുകൊണ്ട് -1 സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് പുതിയൊരു ഐഡിയ കിട്ടും. E0 ബൈ I0 എന്ന് പറഞ്ഞ എൽ ഒമേഗ. ഇതിനെയാണ് നമ്മൾ ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസ് ഓർ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് പറയണേ. ഒമേഗയ്ക്ക് 2πf കൊടുത്താൽ XL is equal to 2πfL. ഇതാണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ. ഇവിടുന്ന് കിട്ടണ സബ് പ്രൊഡക്റ്റ്.
എന്താണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ചോദിച്ചാൽ റെസിസ്റ്റൻസ് ഓഫേർഡ് ബൈ ദി ഇൻഡക്ടർ അക്രോസ് എ സി. എക്സെല്ലിൻ്റെ ഇക്വേഷൻ 2πfl ആണ്. ഒരിക്കൽ കൂടെ എ സി ത്രൂ ഇൻഡക്ടർ നമുക്കൊരു വോൾട്ടേജ് തന്നു, വോൾട്ടേജും ഇൻഡക്റ്റൻസും കറണ്ടും വരുന്ന ഇക്വേഷൻ E = L × di/dt. ഓക്കെ, അതിൽ നിന്ന് ആദ്യം ഡി ഐ കണ്ടു, എന്നിട്ട് ഐ കണ്ടു. ഇന്റഗ്രൽ സൈൻ ഒമേഗ ടി ഡി ടി എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ ആണ്. നമുക്കറിഞ്ഞാലും അല്ലെങ്കിലും അങ്ങനെയാണ്. മൈനസ് കോസ് ഒമേഗ ടിനെ സൈൻ ഒമേഗ ടി -π/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടും കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ π/2. ഓക്കെ, ഇത് വോൾട്ടേജിന്റെ ഇക്വേഷൻ, ഇത് കറണ്ടിന്റെ ഇക്വേഷൻ, ഫേസർ ഡയഗ്രാം ആൻഡ് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഇനി എ സി ത്രൂ കപ്പാസിറ്റർ. എ സി ത്രൂ കപ്പാസിറ്റർ ഫിഗർ ഞാൻ ഇവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കുള്ള വോൾട്ടേജ് ഇ എന്ന് പറഞ്ഞാൽ E0 സൈൻ ഒമേഗ ടി ആണ്. കറണ്ട് കിട്ടാൻ ആദ്യം ചാർജ് കണ്ടുപിടിക്കുകയാണ്. ചാർജ് മീൻസ് സിഇ. സോ Q = CE0 സൈൻ ഒമേഗ ടി. കറണ്ട് മീൻസ് dQ/dt എന്ന് പറഞ്ഞാൽ E0C × d/dt ഓഫ് സൈൻ ഒമേഗ ടി. അതിൻ്റെ ആൻസർ വരിക E0C അതേപോലെ വരും. d/dt ഓഫ് സൈൻ ഒമേഗ ടി ഈസ് ഒമേഗ കോസ് ഒമേഗ ടി. കോസിനെ സൈനിലേക്ക് മാറ്റാൻ സൈൻ ഒമേഗ ടി +π/2. ഓക്കെ, so maximum current is E0C omega I = I0 sin omega t +π/2. ഇതാണ് കറണ്ടിന്റെ ഇക്വേഷൻ. ഓക്കെ, ഇതിന്റെ ഫേസർ ഡയഗ്രാം, ഇത് കറണ്ട് ആണെങ്കിൽ കറണ്ട് മുന്നിലാണ്, സോ വോൾട്ടേജ് പിന്നിൽ EC. ഇതിന്റെ ഗ്രാഫ് എങ്ങനെ വരാന്നുള്ളൊരു സംശയമില്ല, അത് ഞാൻ വരച്ചു തരേണ്ട ആവശ്യമില്ല. കാരണം മൈനസ് കോസ് ആണെങ്കിൽ 1 സ്റ്റാർട്ട് ചെയ്തു, -1 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ കോസ് ആണെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യാം? +1. ഓക്കെ, സോ എന്താണ് ഞാൻ വരയ്ക്കാം. ഇത് വോൾട്ടേജ്. കറണ്ട് എങ്ങനെ വരാന്ന് ചോദിച്ചാൽ കറണ്ട് 1 എന്നാ സ്റ്റാർട്ട് ചെയ്യാം. കാരണം കറണ്ട് എന്താണ്? കോസ് ഫംഗ്ഷൻ ആണ്, അത് 1 എന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇത് കറണ്ടും. ഓക്കെ, ഇവിടെ E0/I0 എന്ന് പറഞ്ഞാൽ 1/C ഒമേഗ. ഇറ്റ് ഈസ് XC, കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഒമേഗയ്ക്ക് 2πf കൊടുക്കുമ്പോൾ XC = 1/2πfc. എ സി ത്രൂ ഇൻഡക്ടർ, എ സി ത്രൂ കപ്പാസിറ്റർ. ഓക്കെ, ഇനി ഒരു കേസും കൂടെ അവിടെ പറയാം. എ സി ത്രൂ റെസിസ്റ്റർ. റെസിസ്റ്ററിന് അക്രോസ് നമ്മളൊരു എ സി വോൾട്ടേജ് കൊടുക്കുകയാണ്. E = E0 സൈൻ ഒമേഗ ടി. ഇതാണ് എ സി വോൾട്ടേജ്. കറണ്ട് മീൻസ് വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ഇതിന് പകരം വാല്യൂ കൊടുക്കുക. I = E0 സൈൻ ഒമേഗ ടി ബൈ ആർ. ഇവിടെ കറണ്ട് സൈനിൽ തന്നെയാണ്, സോ ഒരു മാറ്റവും വരുത്തണ്ട. അപ്പോൾ I = E0/R ഈസ് I0 സൈൻ ഒമേഗ ടി. ഇവിടെ നമ്മൾ പറയാ കറണ്ട് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. ഇനി ഇത് ഓർക്കാനുള്ള ടെക്നിക് നമ്മളെ പണ്ടത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഒരിക്കൽ കൂടെ. ഓക്കെ, എ സി ത്രൂ ഇൻഡക്ടർ, എ സി ത്രൂ കപ്പാസിറ്റർ ഓർമ്മിച്ചു വെക്കാൻ 2 ടേമുകൾ LE ആൻഡ് ICE. LE എന്ന് പറയുന്നത് ഇൻഡക്ടറിൽ വോൾട്ടേജ് മുന്നിൽ, കറണ്ട് പിന്നിൽ. സോ കറണ്ട് പിന്നിലാവണം. അപ്പോ സൈൻ ഒമേഗ ടി -π/2 വരാ, ഉറപ്പായില്ലേ? മൈനസ് കോസിനെ എങ്ങനെ മാറ്റണം? മൈനസ് കോസ് ഒമേഗ ടി എന്നുള്ളത് സൈൻ ഒമേഗ ടി +π/2 ആണോ, സൈൻ ഒമേഗ ടി -π/2 ആണോ? ഇതുവരെ പഠിത്തം തുടങ്ങാത്തൊരു കുട്ടിക്ക് ചിലപ്പോൾ അത് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ഒരു കുട്ടി എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇത് ഓർത്താൽ മതി. LE ആൻഡ് ICE. L ഫോർ ഇൻഡക്ടർ, അതിൽ വോൾട്ടേജ് ആദ്യം, കറണ്ട് പിന്നാലെ. കറണ്ട് പിന്നാലെ പോരാന്ന് പറഞ്ഞാൽ അവിടെ മൈനസ് ആണ്, സോ സൈൻ ഒമേഗ ടി -π/2. ICE, C ഫോർ കപ്പാസിറ്റൻസ്. ഇവിടെ കറണ്ട് മുന്നിലാണ്, സ്വാഭാവികമായിട്ടും എന്താണ്?
സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 ആയിരിക്കും വരിക. ക്ലിയർ അല്ലേ? ഈ 3 ഡെറിവേഷനും പ്രശ്നമൊന്നുമില്ലല്ലോ. ഓക്കെ, നമ്മളുടെ അടുത്ത ലോങ് ആൻസർ ക്വസ്റ്റ്യൻ, ഹാഫ് വേവ് റെക്ടിഫയർ ആൻഡ് ഫുൾ വേവ് റെക്ടിഫയർ. റെക്ടിഫയർ ഇസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് AC into DC. AC-നെ DC ആക്കാനുള്ള ഡിവൈസിനെയാണ് എന്ത് പേരിട്ട് വിളിക്കുക? റെക്ടിഫയർ എന്ന് വിളിക്കുക. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് കൺവേർട്ട് AC into DC. ഓക്കെ, ഈ ഹാഫ് വേവും ഫുൾ വേവും നമ്മൾ ഒരേ സ്റ്റൈലിലാണ് പറയാം. വളരെ സിമ്പിളാണത് പറയാൻ. നമ്മൾ ഏത് ഹാഫ് സൈക്കിൾ സെലക്ട് ചെയ്യണോ അത് എ എന്ന് പറഞ്ഞ പോയിന്റിൽ വരും. ഏത് ഹാഫ് സൈക്കിൾ സെലക്ട് ചെയ്യണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ബിയിൽ വരും. സോ ഇത് സെലക്ട് ചെയ്താൽ എ എന്ന് പറയുന്നത് പോസിറ്റീവ്, ബി എന്ന് പറയുന്നത് നെഗറ്റീവ്. നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളാണ് സെലക്ട് ചെയ്തതെങ്കിൽ, ഇതാണ് സെലക്ട് ചെയ്തതെങ്കിൽ എ നെഗറ്റീവ്, ബി പോസിറ്റീവ്. ഓക്കെ, ഡയോഡിന്റെ കേസിൽ പ്ലസും പ്ലസും മൈനസും മൈനസും അടുത്തടുത്ത് വന്നാൽ അത് ഫോർവേഡ് ബയാസ് കണ്ടക്ട് ചെയ്യും, ഇല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യൂല. ഓക്കെ, നോക്കാം. ഇൻ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് എ ബിക്കം പോസിറ്റീവ്, ബി ബിക്കം നെഗറ്റീവ്, പ്ലസ് പ്ലസ് മൈനസ് മൈനസ്. സോ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയിരിക്കും. വി വിൽ ഗെറ്റ് ഔട്ട്പുട്ട്. അപ്പോൾ അത് പറഞ്ഞു പഠിപ്പിക്കാൻ എളുപ്പമാണ്. ഇൻ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് A become positive, B become negative, diode will be in forward bias and we will get output. In the negative half cycle of input, A become negative, B become positive. So negative positive aduthu vannal diode become reverse bias, we will not get output. In the positive half cycle, again the diode is in forward bias, we will get output. So we will get output in only positive half cycles of input. Such a rectifier is called a half wave rectifier. ഇത് എന്തിനാണ് യൂസ് ചെയ്യാന്ന് ചോദിച്ചാൽ, it can be used as battery charger. ഇത് യൂസ് ചെയ്യുക ബാറ്ററി ചാർജർ ആയിട്ടാണ്. ഈ ഹാഫ് വേവ് റെക്ടിഫയറിന്റെ ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി എഫ് തന്നെയാണ്. കാരണം രണ്ടിൻ്റെയും നമ്പർ ഓഫ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ സെയിം ആണ്. ഇവിടെയും 2 ആണ്, ഇവിടെയും 2 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ എഫിഷ്യൻസി 40.6%. എഫിഷ്യൻസി ഓഫ് ഹാഫ് വേവ് റെക്ടിഫയർ ഈസ് 40.6%. ഓക്കെ, സോ വളരെ സിമ്പിൾ അല്ലേ അത്? ഇൻ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എ ബിക്കം പോസിറ്റീവ്, ബി ബിക്കം നെഗറ്റീവ്, ഡയോഡ് വിൽ ബി ഇൻ ഫോർവേഡ് ബയാസ്. ഡയോഡ് ഫോർവേഡ് ബയാസ് ആവാനുള്ള കണ്ടീഷൻ സിമ്പിൾ ആണ്. ഈ പ്ലസിന് അക്രോസ് പ്ലസും മൈനസിന് അക്രോസ് മൈനസും വരികയാണെങ്കിൽ അത് ഫോർവേഡ് ബയാസ്, അല്ലെങ്കിൽ റിവേഴ്സ് ബയാസ്. ഇത്രയും ആലോചിക്കാവുള്ളൂ. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സംശയമൊന്നുമില്ലല്ലോ. ഈ പറഞ്ഞ ഐഡിയ എന്ന് നമുക്കത് കിട്ടും. അടുത്തത് ഫുൾ വേവ് റെക്ടിഫയർ. അതിൽ നമ്മൾ യൂസ് ചെയ്യുക സെൻറ്റർ ടാപ്ഡ് ട്രാൻസ്ഫോമറാണ്. എഗെയിൻ റൂൾ ഈസ് സെയിം. നമ്മൾ ഏത് ഹാഫ് സൈക്കിൾ സെലക്ട് ചെയ്യണോ ആ പൊളാരിറ്റി എയിൽ വരും, നേരെ ഓപ്പോസിറ്റ് ബിയിൽ വരും. ഓക്കെ, നമ്മൾ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആണ് സെലക്ട് ചെയ്യണതെങ്കിൽ എ നെഗറ്റീവായിട്ട് മാറും, ബി പോസിറ്റീവായിട്ട് മാറും. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി സെൻട്രൽ ടെർമിനൽ ഈസ് ഓൾവേസ് നെഗറ്റീവ്. സെൻട്രൽ ടെർമിനൽ എല്ലായ്പ്പോഴും നെഗറ്റീവ് ആണ്. ഇനി നേരത്തെ സെയിം പാർട്ട് തന്നെ എന്താണ്? ഇൻ ദ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഓഫ് ഇൻപുട്ട് A become positive, B become negative. So D1 will be in forward bias and D2 will be in reverse bias. മൈനസും പ്ലസും വന്ന റിവേഴ്സ് ബയാസ്. ഇതിന് പ്ലസും പ്ലസും കിട്ടി. ഈ മൈനസിന് എവിടുന്നാ മൈനസ് കിട്ടുക എന്ന് ചോദിച്ചാൽ സെൻട്രൽ നിന്ന്. സോ ഇങ്ങനെ കറണ്ട് ഒഴുകും. ഓക്കെ, അത് നമുക്ക് ഇങ്ങനെ കാണിക്കാം. In the negative half cycle of input, A become negative and B become positive. So D2 will be in forward bias, D1 will be in reverse bias. പ്ലസും പ്ലസും കിട്ടി, മൈനസിന് മൈനസ് കിട്ടുക സെൻട്രലിൽ നിന്ന്. സോ ഇങ്ങനെ കറണ്ട് ഒഴുകും. ഇത് നമ്മൾ എങ്ങനെ കാണിക്കുമെന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് വിചാരിച്ചോളൂ. ഇത് രണ്ടും ഒരേപോലെ അല്ലേ? സോ ഇങ്ങനെ വരും. In the positive half cycle, again D1 is forward bias, we will get output. In the negative half cycle, D2 is in forward bias, we will get output.
So we will get output in both half cycles of input. Such a rectifier is called full wave rectifier. ഇതിൻ്റെ ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് ആണെങ്കിൽ ഔട്ട്പുട്ട് ഫ്രീക്വൻസി 2f ആണ്. കാരണം ഇവിടുത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 2 ആണ്, ഇവിടുത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ 4 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ എഫിഷ്യൻസി എത്രയെന്ന് ചോദിച്ചാൽ ഹാഫ് വേവിൻ്റെ നേരെ ഇരട്ടി. ഇതെന്തിനാ യൂസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ DC സപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ബാറ്ററി ചാർജറായിട്ടാണ് യൂസ് ചെയ്യുക, ഇത് യൂസ് ചെയ്യുക നമുക്ക് DC സപ്ലൈ കിട്ടാൻ. സോ ഹാഫ് വേവ് റെക്ടിഫയറും ഫുൾ വേവ് റെക്ടിഫയറും ക്ലിയർ ആണോ? ഓക്കെ, നമ്മുടെ അടുത്ത ക്വാണ്ടിറ്റി സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഒരു സോളിനോയിഡിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷൻ. മാഗ്നറ്റിക് ഫ്ലക്സ് ഈക്വൽ ടു LI. അതിൽ L എന്നുള്ളതിനാണ് നമ്മൾ സെൽഫ് ഇൻഡക്റ്റൻസ് വിളിക്കണത്. അതിൻ്റെ യൂണിറ്റ് ഹെൻറി ആണ്. അപ്പോൾ ഐഡിയ കിട്ടിയില്ലേ? സെൽഫ് ഇൻഡക്റ്റൻസിൻ്റെ യൂണിറ്റ് വെബർ പെർ ആംപിയർ ഓർ ഹെൻറി. ഇത് വെബർ, ഇത് ആംപിയർ, ഇത് ഹെൻറി. വെബർ പെർ ആംപിയറിൻ്റെ ഒറ്റ വാക്കാണ് ഹെൻറി. ഓക്കെ, ഇനി ഫൈ എന്ന് പറഞ്ഞാൽ NB ആണ്. ഒരു സോളിനോയിഡിനെ സംബന്ധിച്ചിടത്തോളം B എന്ന് പറഞ്ഞാൽ μ0 Ni. സോ ഈ വാല്യൂ ഇവിടെ കൊടുക്കുക. അപ്പോൾ ഫൈ ഈക്വൽ ടു μ0 NNAI. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പം സാധാരണ പോലെ ചെയ്യാം. ബിക്ക് പകരം μ0 Ni ഇൻറ്റു A. ഒന്ന് മാറ്റി എഴുതാം. μ0 NNA ഇൻറ്റു I. ഇതും കൂടെ കമ്പയർ ചെയ്ത് നോക്കൂ. ഫൈ I. അപ്പം നമുക്ക് ആൻസർ കിട്ടും L ഈക്വൽ ടു μ0 NNA. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ടോർക്ക് ഓൺ an electric dipole. Torque on an electric dipole in a uniform electric field. ഇങ്ങനെയുള്ള ഒരു ഡൈപോൾ -Q + Q സെപ്പറേറ്റഡ് ബൈ 2A. ഈ ഡൈപോളിനെ ഇങ്ങനെയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോയി വെച്ചെന്നാണ്. പോസിറ്റീവ് ചാർജ് അതിനെ ഫീൽഡിൻ്റെ ഡയറക്ഷനിൽ പിടിച്ച് വലിക്കും. F = QE. നെഗറ്റീവ് ചാർജിൻ്റെ മുകളിൽ F = QE ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇങ്ങനെ രണ്ട് ഫോഴ്സ് വരുമ്പോൾ ടോർക്ക് ഉണ്ടാവും നമുക്കറിയാലോ. ഇങ്ങനെ നിൽക്കണു, ഇത് ഇവിടുന്ന് ഇങ്ങോട്ടും വലിച്ചു, ഇവിടുന്ന് ഇങ്ങോട്ടും വലിക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കും? ഇറ്റ് വിൽ റൊട്ടേറ്റ്. അപ്പോൾ ടോർക്ക് ഉണ്ടാവും. ടോർക്കിൻ്റെ ഡെറിവേഷൻ നമുക്കറിയാം, അല്ലെങ്കിൽ ടോർക്കിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇവിടെ അറിയേണ്ടതായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി P എന്ന് പറഞ്ഞ Q × 2A ആണ്. ഇനി നമ്മളിത് ഡിറൈവ് ചെയ്യാൻ പോണത് ബാക്ക് നിന്ന് ഫ്രണ്ടിലേക്കാണ്. നമുക്ക് കിട്ടേണ്ട ലാസ്റ്റ് ആൻസർ ഇറ്റ് ഈസ് PE sin θ. ടോ എന്ന് പറഞ്ഞാൽ PE sin θ ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ സ്റ്റെപ്പ് നമുക്ക് എഴുതാം. കാരണം P എന്നുള്ളതിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. Q × 2A ഇൻറ്റു E sin θ. Q × 2A ഇൻറ്റു E sin θ. ഓക്കെ, പറഞ്ഞ ലോജിക് ക്ലിയർ ആയില്ലേ? സോ ടോ ഈക്വൽ ടു PE sin θ. ടോ എന്ന് പറഞ്ഞാൽ Pക്ക് പകരം Q × 2A ഇൻറ്റു E sin θ. ഫോഴ്സിൻ്റെ ഇക്വേഷൻ QE അല്ലേ? സ്വാഭാവികമായിട്ടും ടോർക്ക് ഈക്വൽ ടു ഈ QE ഒന്നിച്ച് എഴുതാം ഇൻറ്റു 2A sin θ. എന്താ കാട്ടിക്കൂട്ടിയെന്ന് ക്ലിയർ ആയില്ലേ? ഇതാണ് ലാസ്റ്റ് ഇക്വേഷൻ. അത് ബൈ ഹാർട്ട് ചെയ്യാം. ടോ എന്ന് പറഞ്ഞാൽ PE sin θ ആണ്. അപ്പൊ ഇതിന്റെ തൊട്ട് മുന്നത്തെ ഇക്വേഷൻ എഴുതാം. P എന്ന് പറഞ്ഞാൽ Q × 2A. അപ്പൊ ഇത് നേരെ എങ്ങനെ എഴുതി പോവാം? ഇനി F എന്ന് പറഞ്ഞാൽ QE ആണ്. അപ്പോൾ എന്ത് ചെയ്തു? QE ഒന്നിച്ച് എഴുതാം. QE × 2A sin θ. ഓക്കെ, ഇനി ഇങ്ങനെ എഴുതിയതിൻ്റെ ഉദ്ദേശം അറിയാലോ. എഫിന് പകരം QE കൊടുക്കാനല്ലേ? എഫിന് പകരം QE ആണ്. അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മളെ ബുദ്ധി വർക്ക് ചെയ്യില്ലേ? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന് പകരം QE. അപ്പോൾ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് പകരം എന്താണ്? 2A sin θ.
ഡെറിവേഷൻ തീർന്നില്ലേ? ലാസ്റ്റ് ഇക്വേഷൻ പഠിച്ചാലേ അവിടുന്ന് നേരെ മുകളിലേക്കാണ് കൊണ്ടുപോവാം. ഓക്കെ, സോ എന്ത് വരും? ടോ ഈക്വൽ ടു പി ഇ സൈൻ തീറ്റ. പിക്ക് പകരം ക്യൂ ഇൻറ്റു 2a, ദെൻ എഫ് എന്ന് പറഞ്ഞ ക്യൂ ഇ ആണ്, അപ്പോൾ അത് ഒന്നിച്ചെടുത്ത് എഴുതി ക്യൂ ഇ ഇൻറ്റു 2a സൈൻ തീറ്റ. എഫ് എന്ന് പറഞ്ഞ ക്യൂ ഇ, അപ്പോൾ ബാക്കി വരുന്ന ടോട്ടൽ ക്വാണ്ടിറ്റി എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, ഇവിടുന്ന് അടുത്ത 2 1 മാർക്ക് ക്വസ്റ്റ്യൻ കിട്ടും. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ തീറ്റ 0 ഡിഗ്രി, സ്റ്റേബിൾ ഇക്വിലിബ്രിയം. ദെൻ തീറ്റ 180 ഡിഗ്രി ആണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കണ പേരാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു 0 ഡിഗ്രി, തീറ്റ ഈക്വൽ ടു 180 ഡിഗ്രി ആണെങ്കിൽ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. ഇനി ഇതിനെ വേണമെങ്കിൽ ഒന്ന് മാറ്റി എഴുതാം. ടോ ഈക്വൽ ടു പി ക്രോസ് ഇ, കാരണം എ ക്രോസ് ബി എന്ന് പറഞ്ഞാൽ എ ബി സൈൻ തീറ്റ ആണ്. അപ്പോൾ പി സൈൻ തീറ്റ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി എന്താവും? പി ക്രോസ് ഇ വരും. ഓക്കെ, ഐഡിയ ക്ലിയർ അല്ലേ? ഇനി അടുത്ത ഡെറിവേഷൻ, ഇൻഡ്യൂസ്ഡ് EMF on a conductor moving in a magnetic field. Induced EMF on a conductor moving in a magnetic field. ഈ മോഡൽ എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ. ഇങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡ്, ഈ മാഗ്നറ്റിക് ഫീൽഡിലൂടെ ഒരു കണ്ടക്ടർ നീങ്ങണം. ഈ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഒരു കണ്ടക്ടർ നീങ്ങണം. ഈ കണ്ടക്ടറിന്റെ ലെങ്ത് എല്ലാണ്. ദെൻ ടി സമയം കൊണ്ട് അയാൾ ഇവിടെ എത്തുകയാണ്. അയാൾ സഞ്ചരിച്ച ദൂരം എക്സ് ആണ്. ഓക്കെ, ഇൻഡ്യൂസ്ഡ് EMFന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇ ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി ടി ആണ്. ഫൈ എന്ന് പറഞ്ഞാൽ ബി എ, സോ ഡി ബൈ ഡി ടി ഓഫ് ബി എ. നേരത്തെ നമ്മൾ എഴുതി എൻ ബി എ, എൻ ടേൺസ് ഉള്ളപ്പോഴാണ് എൻ ബി എ, അല്ലാത്തപ്പോൾ ബി എ. ഇനി ഇ ഈക്വൽ ടു ബി പുറത്തെടുക്കുക, ഡി ബൈ ഡി ടി ഓഫ്. ഇവിടുത്തെ ഏരിയ എന്താ വരിക? ഇതൊരു റെക്റ്റാങ്കിൾ അല്ലേ? റെക്റ്റാങ്കിളിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. സോ ബി എൽ പുറത്തെടുക്കുക ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി. ഡി എക്സ് ബൈ ഡി ടി ഈസ് നത്തിങ് ബട്ട് വെലോസിറ്റി. സോ ഇൻഡ്യൂസ്ഡ് EMF വിൽ ബി ബി എൽ വി. ഇതേ ക്വാണ്ടിറ്റി ഒരു രീതിയിലും കൂടെ പറയാം. ഇവിടെ വളരെ സിമ്പിൾ അല്ലേ? ഇ എന്ന് പറഞ്ഞ ഡി ഫൈ ബൈ ഡി ടി, ഫൈ എന്നുള്ളതിന് പകരം ബി എ, ഏരിയ എന്ന് പറഞ്ഞ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, ബി എൽ പുറത്ത് വന്നു, ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞ വെലോസിറ്റി. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ കിട്ടി. ഓക്കെ, ഇനി ഇതിന് പകരം ഒരു കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ റൊട്ടേറ്റ് ചെയ്യാണ് വിചാരിക്കുക. ഇങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ ഈ കണ്ടക്ടർ റൊട്ടേറ്റ് ചെയ്യാണ്, മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ. ഇത് എൽ ആണ്, സ്വാഭാവികമായിട്ട് ഈ ഭാഗം എൽ തീറ്റ. ഇതേ രീതിയിലാണ് ഇത് ഡിറൈവ് ചെയ്ത് പോവുക. ഇ ഈക്വൽ ടു ഡി ഫൈ ബൈ ഡി ടി ഓർ ഡി ബൈ ഡി ടി ഓഫ് ബി എ. ബി പുറത്തെടുക്കുക ഇൻറ്റു ഡി ബൈ ഡി ടി ഓഫ്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇത് നമുക്കൊരു ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ഏരിയ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇത് എൽ, ഇത് എൽ തീറ്റ. സോ ആ ഹാഫ് എൽ സ്ക്വയർ കൂടെ പുറത്തെടുക്കുക, ഹാഫ് ബി എൽ സ്ക്വയർ ഇൻറ്റു ഡി തീറ്റ ബൈ ഡി ടി. ഡി തീറ്റ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ഒമേഗ. സോ ഇറ്റ് ഈസ് ഹാഫ് ബി എൽ സ്ക്വയർ ഒമേഗ. ഇതാണ് ഇൻഡ്യൂസ്ഡ് EMF on a conductor rotating in a magnetic field. Okay, induced EMF on a conductor rotating in a magnetic field. So, long answer questionന്റെ 4ാമത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മളുടെ ഫോക്കസ് ഏരിയ കോൺസെപ്റ്റ് പ്രകാരം അറൌണ്ട് 95% ഡെറിവേഷൻസും അല്ലെങ്കിൽ ലോങ് ആൻസർ ക്വസ്റ്റ്യനും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, എല്ലാ ക്വസ്റ്റ്യൻസൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല, അല്ലെങ്കിൽ എല്ലാം പഠിച്ച ഒരു കുട്ടിക്ക് വേണ്ടി ആയിരുന്നില്ല നമ്മൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, സ്വാഭാവികമായിട്ടും എന്താണ് എസ്സേ ക്വസ്റ്റ്യൻ ഞാൻ വിളിക്കണേ ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്, 5 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻസ്. ഓക്കെ, അതിൽ 95% ഡെറിവേഷൻസും നമ്മളുടെ ഈ 4 വീഡിയോയിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. സോ
ക്ലിയർ ആവാത്ത ഭാഗങ്ങൾ വീണ്ടും കാണുക, ക്ലിയർ ആക്കിയതിന് ശേഷം ബൈഹാർട്ട് ചെയ്യണ പോലെ, ബൈഹാർട്ട് എന്നല്ല, നമുക്ക് കാണാതെ എഴുതാൻ പറ്റണം. ഓർമ്മയിൽ എന്താണ് ഐഡിയാസ് വെച്ചുകൊണ്ട്, തത്തമ്മേ പൂച്ച പൂച്ച എന്ന് മാത്രമല്ല, കുറച്ചൊക്കെ ഐഡിയാസ് വെച്ചുകൊണ്ട് നമുക്കത് എഴുതാൻ സാധിക്കണം. പിറ്റേ ദിവസം വീണ്ടും കാണാതെ എഴുതാൻ പറ്റണം. ഒരാഴ്ച കഴിയുമ്പോൾ ഒരിക്കൽ കൂടെ വായിച്ചു നോക്കിയിട്ട് അത് കാണാതെ എഴുതാൻ പറ്റിയാൽ പബ്ലിക് എക്സാമിന് നമ്മളെ ബ്രെയിനിൽ ആ ഐഡിയാസ് ഉണ്ടാവും എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനിയുള്ളത് 4 to 3 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്നാണ്. 4 മാർക്കിന് ചോദിക്കാം, 3 മാർക്കിന് ചോദിക്കാം എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത വീഡിയോ. ഓക്കെ, സോ ലോങ് ആൻസർ ക്വസ്റ്റ്യൻ്റെ വീഡിയോ 4ാമത്തെ വീഡിയോ ആയ ഈ വീഡിയോയിലൂടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, ഇനി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ നല്ല സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക, നിങ്ങൾക്ക് തോന്നുന്ന കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.